ദിവ്യസ്വരൂപികളായ ഈ എല്ലാ ഭക്തോത്തമർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാണ്. ഈശ്വരന് സമർപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ജീവിതത്തെ നാം കാണേണ്ടതാണ്. അപ്രകാരം ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ പരമസത്യത്തെ ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു കവി പറയുന്നു, ജീവിതം നൈവേദ്യമാക്കൂ, മനോനാക്കിലേയിൽ നിവേദിക്കൂ, ആത്മസ്വരൂപികളാണല്ലോ നമ്മള തീക്കനലൂരി തെളിക്കൂ. നമ്മോട് പറയുകയാണ്, മഹത്തുക്കളായ വചനങ്ങൾ എപ്പോഴും നാം ശ്രവിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ജീവിതം നൈവേദ്യമാക്കൂ, നമ്മുടെ ജീവിതം ഒരു നിവേദ്യമാക്കുക. എന്നിട്ട് ഈ നിവേദ്യം ഈശ്വരന് സമർപ്പിക്കാനുള്ളതാണ്. ജീവിതം നൈവേദ്യമാക്കൂ, മനോ നാക്കിലയിൽ നിവേദിക്കൂ. അത് ഈശ്വരന് സമർപ്പിക്കാനുള്ള ഒരു ഉപാധിയാക്കണമെങ്കിൽ അത് മനസ്സാവുന്ന നാക്കിലയിൽ ഈ നിവേദ്യത്തെ വിളമ്പൂ. അതാണ് ജീവിതം നൈവേദ്യമാക്കൂ, മനോ നാക്കിലയിൽ നിവേദിക്കൂ, ആത്മസ്വരൂപികളാണല്ലോ നമ്മള തീക്കനലൂരി തെളിക്കൂ. നമ്മൾ ഓരോരുത്തരും ആത്മസ്വരൂപികളാണ്, അതറിയുന്നില്ല. ആത്മസ്വരൂപമാകുന്ന കനൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ ജ്വലിപ്പിക്കൂ. എങ്ങനെ? ജീവിതം കൊണ്ട് ജീവിതമാകുന്ന നൈവേദ്യം മനസ്സാകുന്ന നാക്കിലയിൽ വിളമ്പണം. അതായത് മനസ്സുകൊണ്ട് ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം തന്നെ ഈശ്വരൻ്റെ മഹിമ ആർന്നതായിരിക്കണം. അപ്രകാരത്തിൽ ഈശ്വരൻ്റെ മഹിമ നിറഞ്ഞ വാക്കുകളെയും വിചാരങ്ങളെയും പ്രവൃത്തികളെയും നാം ആണ് ഈ നാക്കിലയിൽ, മനസ്സാകുന്ന നാക്കിലയിൽ വിളമ്പേണ്ടത്. ഇതാണ് ജീവിതത്തിൽ നാം പ്രായോഗികമാക്കുന്നത്. അത് മനസ്സാകുന്ന നാക്കിലയിൽ നമ്മുടെ വിചാരവും വാക്കും പ്രവൃത്തിയും വിളമ്പി അത് ഭഗവാന് നിവേദിക്കൂ. അതാണ് ജീവിതം നൈവേദ്യമാക്കൂ. ഇതൊരു ദിവസം പോരാ, അല്പകാലം പോരാ, ജീവിതകാലം മുഴുവൻ വേണം. ഇത് ജീവിതം നൈവേദ്യമാക്കൂ. നൈവേദ്യം എന്ന് പറഞ്ഞാൽ നിവേദിക്കാനുള്ളത്, അർപ്പിക്കാനുള്ളത്, സമർപ്പിക്കാനുള്ളത്. ആർക്ക്? ദൈവത്തിന്. ഈ ജീവിതം നമ്മൾ ഈശ്വരനായിട്ട് സമർപ്പിക്കണം. അപ്പോൾ മാത്രമേ ദൈവീകമായ എല്ലാ കഴിവുകളും നമ്മളിലേക്ക് ഒഴുകി വരികയുള്ളൂ. ജീവിതം നൈവേദ്യമാക്കൂ, മനോ നാക്കിലയിൽ നിവേദിക്കൂ. മനസ്സാകുന്ന നാക്കിലയിൽ ഇതിനെ നിവേദിക്കുക. ആത്മസ്വരൂപികളാണെല്ലാരും നമ്മളാ തീക്കനലൂരി തെളിക്കൂ. നമ്മളെല്ലാവരും ആത്മസ്വരൂപികളാണ്. ആ ആത്മസ്വരൂപമാകുന്ന തീക്കനാൽ ഊതി തെളിച്ച് അതിനെ ജ്വലിപ്പിക്കണം നമ്മൾ. അപ്പോൾ മാത്രമേ ജന്മം സഫലമായി തീരുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ജന്മം സഫലമാകണമെങ്കിൽ ഇപ്രകാരത്തിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. ജീവിതം നൈവേദ്യമാക്കൂ, മനോ നാക്കിലയിൽ നിവേദിക്കൂ, ആത്മസ്വരൂപികളാണ് അല്ലോ നമ്മള തീക്കനലൂരി തെളിക്കൂ.